റെജി പെട്ടെന്ന് റെജി സമയം. ഒന്നാമത് ആ സ്നേഹിതം പറഞ്ഞത് ചരിത്രം പഠിക്കാതെ നുണയാ പറഞ്ഞത്. 1995-ലും 2013-ലും ഞങ്ങൾ UPA സർക്കാരിനെ കോൺഗ്രസ് സർക്കാരിനെ പിന്തുണച്ചിരുന്നില്ല. ആ സർക്കാരുകളെ ഞങ്ങൾ പിന്തുണച്ചിരുന്നില്ല. അതൊരു വേറൊരു വസ്തുത. ഇനി ഞാൻ ബഹുമാനപ്പെട്ട വക്കീലിന് ഞാൻ പറഞ്ഞോട് പറയാം. അദ്ദേഹം പറഞ്ഞത് ആത്മാർത്ഥത ഉണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ ചോദിക്കട്ടെ, 2015-ൽ 95-ൽ ഇവര് പറയണത് വാജ്പേയി എതിർത്തെന്ന് പറഞ്ഞു. ഓക്കെ, ഞാൻ വാദഗതിക്ക് വേണ്ടി അങ്ങ് അംഗീകരിച്ചേക്കാം. അങ്ങനെയാണ് ഇതേ വാജ്പേയി സർക്കാരിനെ എനിക്ക് സമയം ദയവായിട്ട് തന്നെ ഞാൻ പറഞ്ഞ കേൾക്കുക. അതല്ലേ അങ്ങ് നമ്മളൊന്നും ഒരു വഴക്കുണ്ടാക്കാറില്ലല്ലോ. എന്തുകൊണ്ട് ആ നിയമം പിൻവലിച്ചില്ല? വാജ്പേയി 5 വർഷം വരെ ഭരിച്ചപ്പോൾ 2014 മുതൽ 2024 വരെ 10 വർഷം നരേന്ദ്രമോദി മൃഗീയ ഭൂരിപക്ഷത്തിൽ ഭരിച്ചിട്ട് എന്തുകൊണ്ട് പിൻവലിച്ചില്ല? ഇപ്പോൾ ജനങ്ങളെ എഴുത്തള്ളിയപ്പോൾ ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഇല്ലാവുന്നപ്പോൾ വർഗീയ കൺസോളേഷൻ ഉണ്ടാക്കാൻ വേണ്ടി നിങ്ങൾ കൊണ്ടുവന്ന ഈ ഭേദഗതി ഞങ്ങൾക്ക് ചർച്ചയിലൂടെ മാത്രമേ അനുവദിക്കാൻ പറ്റുള്ളൂ. ഞങ്ങൾ ഓരോ സമയത്തല്ല ഓരോ നിയമം കൊണ്ടുവരിക. ഞങ്ങൾക്ക് നിയമം കൊണ്ടുവരിക. ആ ഭാഷ ശരിയല്ല. നിങ്ങൾ സമയം നോക്കണ്ട, നിങ്ങൾ കാര്യം നോക്കിയാൽ മതി. നിങ്ങൾ സമയം നോക്കണ്ട, കാര്യം നോക്കിയാൽ മതി. വർഗീയ മുതലെടുപ്പുമായിട്ട് കേരളത്തിൽ വന്നാൽ വക്കീലിന് അറിയാമല്ലോ നടക്കുകയെന്നുള്ളവരും ജനങ്ങൾക്ക് കൃത്യമായി മനസ്സിലായിട്ടുണ്ട്. ജനങ്ങൾക്ക് എല്ലാ കാര്യവും മനസ്സിലായി. നിങ്ങൾ കാണിക്കുന്ന റേഷൻ കട്ട് എന്താന്നുള്ളത് ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. നിങ്ങൾ കാണിക്കുന്ന റേഷൻ കട്ട് ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. പക്ഷേ രാഷ്ട്രീയത്തിനുപരിയായിട്ട് ഇന്നലകളിൽ ഈ ജനങ്ങളെ വഞ്ചിച്ച അവരോടുള്ള ചോദ്യങ്ങൾക്ക് നിങ്ങൾക്ക് മറുപടിയില്ല. നമുക്ക് ഇന്നിനെ കുറിച്ച് പറയാം, ഇന്നിനെ കുറിച്ച് ചർച്ച ചെയ്യാം. എന്തായാലും വഖഫ് നിയമ ഭേദഗതി ബില്ല് അത് പാർലമെന്റ് വരുന്നുണ്ട്, അത് ചർച്ച ചെയ്യും. അതിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കണം. അതിനുള്ള ആർജവം കേരളത്തിലെ ഇടത് വലത് പക്ഷങ്ങൾക്കുണ്ടോ എന്ന് ആണ് മുനമ്പത്തെ ജനങ്ങൾ ഉറ്റുനോക്കുന്നത്. എന്തായാലും മുനമ്പം ജനതയുടെ കണ്ണീരൊപ്പാൻ ഇന്ന് പ്രഖ്യാപിച്ച ജുഡീഷ്യൽ കമ്മീഷന് സാധിക്കില്ല. സമര പരിപാടികൾ മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് മുനമ്പം ജനതയുടെ തീരുമാനം. മുനമ്പം ജനതയോട് ഒപ്പം ഞങ്ങളുണ്ട് എന്ന് ഒരിക്കൽ കൂടി വ്യക്തമാക്കട്ടെ.